ഇറ്റ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ച നെല്ലിക്ക കൊണ്ട് പ്രമേഹവും കൊളസ്ട്രോളും കുറയ്ക്കാനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും കലവറയാണ് നെല്ലിക്ക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ബി, അയൺ, കാൽസ്യം ഇവയെല്ലാം നെല്ലിക്കയിൽ സമൃദ്ധമായിട്ടുണ്ട്. ഈ കുഞ്ഞൻ നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ചെറിയ 2 നെല്ലിക്കയാണ് ഒരു ദിവസത്തിൽ കഴിക്കാവുന്നത്. അതും റെഗുലറായിട്ട് നമ്മൾ അടുപ്പിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അങ്ങനെ കഴിക്കരുത്. 1-2 ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങളിവിടെ 2 പേർക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക സംഭാരമാണ് തയ്യാറാക്കുന്നത്. ഇത് ആർക്കൊക്കെ എന്തിനൊക്കെ കഴിക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കറിവേപ്പിലയാണ്. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് കറിവേപ്പില വളരെ നല്ലതാണ്. ഹാർട്ട് ഡിസീസൊക്കെ വരാതിരിക്കാനായിട്ടും നമ്മൾ കറിവേപ്പില കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ എരിവിനായിട്ട് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ 2 കാന്താരി മുളക് ഇട്ടാൽ മതി നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. കാന്താരിയും അമിത കൊളസ്ട്രോളിനുള്ള നല്ലൊരു മരുന്നാണ്. പിന്നെ നമുക്കൊരു ചെറിയ തണ്ട് മുരിങ്ങയില. ഇത് ബ്രെയിനിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാനും കൊളസ്ട്രോൾ ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനും ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്ക ആദ്യം തന്നെ നമ്മൾ കഴുകിയെടുത്തായിരിക്കണം കേട്ടോ. കുരു കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാന്താരിയൊക്കെ നമുക്ക് ഞെട്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും ചേർത്ത് മിക്സിയിൽ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു 2 സ്പൂൺ 2 അല്ലെങ്കിൽ 3 സ്പൂൺ പാട മാറ്റിയ പാൽ ഉപയോഗിച്ചുണ്ടാക്കിയ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നേർപ്പിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് പ്രമേഹമുള്ളവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പച്ചനെല്ലിക്ക സംഭാരം. ഇപ്പോൾ കാഴ്ചക്കുറവുള്ളവർക്ക് അത് പരിഹരിക്കാനായിട്ട് നല്ലതാണ്. ആർത്തവ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ തടയാനായിട്ട് നല്ലതാണ് കേട്ടോ. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടാനായിട്ട് നല്ലതാണ്. ഓർമ്മക്കുറവുള്ളവർക്ക് നെല്ലിക്ക കൊണ്ട് ഇങ്ങനെ സംഭാരം ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത് അതൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശമൊക്കെ മാറാനായിട്ട് സഹായിക്കും. നഖങ്ങളിലെ പൊട്ടൽ വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ ശരീരത്തിലെ വേദന, വിളർച്ച, വായിലെ പൊട്ടൽ ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. കിഡ്നി രോഗികൾ, അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് കഴിക്കരുത്. നെല്ലിക്ക അരിഷ്ടം കഴിക്കുന്നവർ പിന്നീട് നെല്ലിക്ക സംഭാരം കൂടി കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം വൈറ്റമിൻ സി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ ഓക്സലേറ്റുകളായിട്ട് വൃക്കയിൽ അത് അടിഞ്ഞുകൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഓക്സലേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പമ്പുളി പോലുള്ളവ നമ്മൾ ഓവറായിട്ട് കഴിക്കുമ്പോൾ, ജ്യൂസ് ഒക്കെ ഓവറായിട്ട് കഴിക്കുമ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് വരിക. അത് ഓർമ്മയിൽ വയ്ക്കുക. ഇനി ചൂടുകാലമാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നെല്ലിക്ക സംഭാരമൊക്കെ ഈ ഒരു ചൂട് പിടിച്ചിരിക്കുന്ന കാലാവസ്ഥയിലൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. സ്കിന്നിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ശരീരത്തിൽ ചൂടും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചൂടുകുരുവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പനി, ജലദോഷം കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടും നമുക്ക് നെല്ലിക്ക ഇടയ്ക്ക് ഓരോന്നൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ സംഭാരം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ ഒരു നെല്ലിക്ക നമ്മൾ അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് ആ വെള്ളം കഴിക്കാം. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഉപയോഗിച്ചിട്ട് വേറെയും ഒരുപാട് ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതായത് നെല്ലിക്കയിൽ എള്ളെണ്ണ ചേർത്ത് കാച്ചി നമ്മൾ തലയിൽ തേക്കുന്നത് മുടി കൊഴിച്ചിലിന് നല്ലതാണ്. അതുപോലെ തന്നെ അകാല നരയെ പ്രതിരോധിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. തലയിലെ ചർമ്മരോഗങ്ങൾ അകറ്റാനായിട്ട് നെല്ലിക്ക നീര് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഇപ്പോൾ നെല്ലിക്ക എല്ലാ സമയത്തും കിട്ടില്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക ഉണക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഉണക്ക നെല്ലിക്കയുടെ പൗഡർ നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. നെല്ലിക്ക കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയ എന്തെങ്കിലുമൊക്കെ ഒറ്റമൂലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണ് നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.